ഹായ്, വെൽക്കം. ഗെയിം ചേഞ്ചർ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഇതിൽ ഉറ്റുനോക്കുന്നത്. ഒന്ന്, രാംചരൺ RRRനൊക്കെ ശേഷം പുള്ളിക്കാരുടെ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരിക്കും. അതിന്റെ വലിപ്പം എത്രമാത്രം ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള വലിയ സിനിമകൾ ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ട് നമ്മുടെ രാംചരൺ എന്ന് പറയുന്ന നടൻ. സോ പുള്ളിക്കാരുടെ ഒരു സിനിമ നല്ല പ്രതീക്ഷയോടെയാണ് കാണുന്നത്. രണ്ട്, നമ്മുടെ സ്വന്തം ശങ്കർ. എത്രയോ നല്ല സിനിമകൾ തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളും സ്ക്രിപ്റ്റും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ, വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ കാണിച്ചിട്ടുള്ള ഒരു പക്ഷെ അത്ഭുതം എന്ന് പറയുന്ന രീതിയിലൊക്കെ സിനിമകൾ തന്നിട്ടുള്ള ആളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ശങ്കറിന്റെ ഐ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇന്ത്യനും ഭയങ്കര ഇഷ്ടമായിരുന്നു. മർമാണി താത്ത ഒഴികെ, മർമാണി താത്ത അങ്ങോട്ട് വെറുപ്പിക്കും ചെയ്തു. അത് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ വിലയും അവിടെ കളഞ്ഞു. പുള്ളി അവസാനമായിട്ട് ചെയ്തിട്ടുള്ള പടങ്ങളുടെയൊക്കെ അവസ്ഥ ശോകമാണ് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ 2ന്റെ പേരിൽ തന്നെ വളരെയധികം മോശം അഭിപ്രായം കേട്ടിട്ടുണ്ട്. പുള്ളി ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങളൊക്കെ ഗംഭീര പടങ്ങളാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള, അതും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്വാളിറ്റി, അതിന്റെ കളറിങ്ങിലും അതിന്റെ മേക്കിംഗ് സ്റ്റൈലിലും ക്യാമറയിലും. ഇദ്ദേഹത്തിന് അതൊക്കെ അറിയുന്ന ആള് തന്നെയാണ്. എന്നാൽ പോലും പുള്ളീന്റെ ആ ഒരു സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായിട്ടില്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. എന്തായാലും രാംചരൺ ഉണ്ടല്ലോ, അത് കണ്ടു നോക്കാം. തമിഴ് ടീച്ചറാണ് ഞാൻ വെക്കുന്നത്. ലെറ്റ്സ് വാച്ച്. സൗണ്ട് വേണ്ട. பேசிக்க ராம் மாதிரி நல்லவன் எவனும் இல்ல. ദേശക്കാരനാണല്ലോ. ஆனா கோவம் தான். அவன மாதிரி கெட்டவன் எவனும் இல்ல. കേട്ട പറ്റും. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. என்ன பண்றீங்க? என்னங்க பண்றான் அவன்? I am unpredictable. ട്യൂണാണ്. 10/1/2025 സംക്രാന്തിക്കാണ് സിനിമ വരും. ഒക്കെ ശരി. ആ ട്യൂൺ എവിടെയോ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തലപതി വിജയുടെ ഏതോ ഒരു ഏതാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടേ പറയാം. ആ ഉള്ള വന്ന പവർ അണ്ണയാര് തലപതി അവസാനാണോ? എനിക്ക് ഭയങ്കര എനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രമൻ എസ് തന്നെയാണ് ആ മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തെറ്റാണെങ്കിൽ സോറി, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അത് അതേപോലെ കൊണ്ടുവന്ന് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട്. കോപ്പിയാണോ ചോദിച്ചാൽ അല്ല, എന്നാ കോപ്പി അല്ലേ ചോദിച്ചാൽ ആണ്. ഇനി പുള്ളിക്കാരൻ തന്നെയാണ് ഈ കോപ്പി എന്ന് പറയാനും പറ്റൂല. പക്ഷെ എന്നാലും മാറ്റി പിടിക്കുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ട്യൂൺ അല്ലേ അത്, അല്ലേ? അത് തന്നെയാണ് സാധനം. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. സോ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു കളറൊക്കെ ഉണ്ട്. പക്ഷെ സാധനം അടിപൊളി കേട്ടോ, ഭംഗിയുണ്ട്, നല്ല ബീജിയം. ബാക്കിയുള്ള ഈ സാധനം ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സൂപ്പറായി. ഇതും സൂപ്പറാണ്, പക്ഷെ ഇത് കോപ്പി പോലെ ഫീൽ ചെയ്തു. അതിന് മുമ്പുള്ള വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ശരിയുന്ന സമയത്തുള്ള സാധനം കിട്ടു. ആൻഡ് ഭയങ്കര ഒരു ജിൽ ഇരിക്കുന്നുണ്ട് ടീസർ. അത് മൊത്തത്തിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഈ കണ്ട പോലെങ്കിലും ആണെങ്കിൽ നല്ല രസമായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ കണ്ടുള്ള കുറേ സംഭവങ്ങൾ, ഐ ആം അൺപ്രഡിക്റ്റബിൾ പോലത്തെ സാധനങ്ങൾ, അതുപോലെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ സ്ഥലത്തോടെ പോണത് തുടങ്ങിയിട്ടുള്ള നമ്മൾ കുറെ കണ്ട് നമ്മൾ ശീലമായി പോയ അത്തരത്തിലുള്ള ഒരു സാധനം തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ജസ്റ്റ് ടീസർ കണ്ട് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ടീസർ കണ്ട് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടീസർ പോലെ ആവണമെന്നേ ഇല്ല. ഉദാഹരണം ഇന്ത്യൻ 2. അപ്പം
അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതില്. അപ്പൊ ടീച്ചർ കണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നന്നായേക്കാം, ചിലപ്പോൾ ടീച്ചറിന്റെ അത്ര പോലും ഉണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നിയ സാധനം ഇതില് ഭയങ്കര കളർഫുൾ ആക്കാൻ ശ്രമിച്ച പോലെ ഒരു തോന്നല്. ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ ഇപ്പൊ കാണുന്ന കുറെ സിനിമകൾ, ടീസറുകൾ, ട്രെയിലറുകൾ ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പോരാത്തിന് കങ്കുവിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഇവര് രണ്ടുപേരും ഒരുമിച്ച് വരാനുള്ള വലിയൊരു സംഭവം അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കുറെ തവണ കണ്ടിട്ടുള്ള സാധനം ശങ്കറിന്റെ സ്റ്റൈലിൽ ഒരു മേക്കിങ്ങിൽ വരാൻ പോകുന്ന ഒരു പരിപാടി. അങ്ങനെ മാത്രമേ ടീസർ കണ്ട തോന്നുള്ളൂ. പിന്നെ ഒരു പോസിറ്റീവ് എന്താ വെച്ചാൽ ടീസറിലൊന്നും ഒരിക്കലും കഥ എന്താണെന്നും പറഞ്ഞു തരരുത്. അത്തരത്തിൽ ഒരു പക്ഷെ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങൾ ഇതിൽ ഉണ്ടാവാം. ഇതിന്റെ ഇപ്പൊ ഇത് കണ്ട മനസ്സിലായി എന്താ അങ്ങനെ തോന്നുന്നില്ല. ജസ്റ്റ് അറിയുന്ന എന്താ ഭയങ്കര ദേഷ്യക്കാരനായുള്ള ഒരാളാണ്. അത് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഇമോജി നിൽക്കുമ്പോൾ, ആ ബോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ആങ്കർ പേഴ്സൺ ആണ്, വെട്ട ദേഷ്യം വരുന്ന ആളാണ്. പിന്നെ ആർക്കും ഒരു പിടിയും കിട്ടാത്ത കുറെ വില്ലന്മാരെയുള്ള കുറെ ആളുകൾക്ക് ഓപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഇവിടെ തന്നെ ഉണ്ട് യാരിവൻ ചോദിക്കുന്ന സംഭവങ്ങളുണ്ട്. ആരാണ് ഇവൻ, ആരടാ അവൻ ചോദിക്കുന്ന സംഭവം ഉണ്ട്. അപ്പോ ആരായിരിക്കും ഇവൻ എന്നുള്ളതാണല്ലോ സിനിമ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനെ എനിക്ക് എൻ്റെ ഉള്ളിൽ ആരാണ് ഇവൻ, എന്താണ് ഇവൻ, എന്ത് തേങ്ങയാണ് ഇവൻ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയുള്ള കുറെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. നല്ല സിനിമയാകണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒന്ന്, രാം ചരൺ, എനിക്കിഷ്ടമാണ് രാം ചരൺ സിനിമകൾ കാണാൻ. പഴയ സിനിമകളും അത്ര ഇഷ്ടമല്ല. പണ്ട് അല്ലു അർജുൻ സിനിമകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും അല്ലു അർജുൻ സിനിമകൾ ഇഷ്ടമാണ്, വേറെ കാര്യം. അല്ലു അർജുനോളം ഇല്ലെങ്കിലും നല്ല സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരു നടൻ എന്ന രീതിയിൽ ഇപ്പൊ അവസാനം വന്ന 2-3 സിനിമകൾ നല്ല സിനിമകളായിരുന്നു. എസ്പെഷ്യലി RRR. NTRനെ സൈഡാക്കി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതിനേക്കാളും മികച്ച പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്, നല്ല ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തതും ഇമോഷൻ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് ഒരു പടി മുകളിൽ നിന്നത് രാം ചരൺ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അത്തരത്തിലൊരു നടന്റെ സിനിമ വരുമ്പോൾ നല്ല സിനിമയാണെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും ഒരാൾക്ക് തോന്നാവുന്ന ചിന്ത ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ പോലെ ശങ്കർ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര മർമാണിത്താത്തമാര് വന്നാലും പണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട്. സോ അത് അദ്ദേഹം ഈ സിനിമയിലൂടെ മുന്നോട്ട് കാണിക്കുന്നുള്ള ഒരു വിശ്വാസം. പക്ഷെ ടീച്ചർ കാണുമ്പോൾ ഒരു നോർമൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വലിപ്പമുണ്ട്, വലിയ സിനിമയാണ്, നല്ല വലിപ്പത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ബ്രഹ്മാണ്ഡമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ശ്രമം ഒരു പക്ഷെ അതിനുള്ള സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ചളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോ ഉദാഹരണത്തിന് ഒരാള് ഇല്ലാത്ത മസില് ശ്വാസം പിടിക്കുമ്പോൾ വരിക, ഒരാള് ഗുണ്ടകളെ തല്ലി കഴിയുമ്പോൾ അവരവസാനം കുതിരകളാവുക തുടങ്ങിയിട്ടുള്ള ആവശ്യമില്ലാത്ത ചില സംഗതികളൊക്കെ ചില ഡയറക്ടേഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധനം വരാതിരിക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ